മമതാക്കെ സായം എന്നുള്ള പാഠഭാഗം. ഇതിൽ ഒന്ന് വരാൻ ചോദ്യം സാധ്യത ഉള്ളത് ഹമ്മാവാസ് അൽഫാസ് സക്കേങ്കി, മിലേങ്കി, ദിയാഹെ, കിയാഹെ. പിന്നെ ഇതിലേത് ഹമ്മാവാസ് ഉള്ളേ? ബസേങ്കി, മിലേങ്കി, പാല, സംബാല. ഡലേങ്കി, മിലേങ്കി, ഹിദ്മത്ത്, ഇസ്സത്ത്, ഇസ്സത്ത്, ജന്നത്ത്, സജേങ്കി, മിലേങ്കി. ഇത്രയാണ് ഇതിൽ ഹമ്മാവാസ് അൽഫാസുള്ള ഒന്ന്. അതാണ് ചോദ്യം വരാനുള്ളത്. പിന്നെ അതല്ലെങ്കിൽ ഉമ്മാനെ കുറിച്ചുള്ള സെൻറ്റൻസ്, ഉമ്മാനെ കുറിച്ച് സെൻറ്റൻസ് നോട്ട് ബുക്കിൽ എഴുതിയിട്ടുണ്ടാകും. ഇനി വേണമെങ്കിൽ വാട്സപ്പിൽ ഒന്നും കൂടെ അയച്ചു തരാം, ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ. പിന്നെ മാംക്കെ പാവംക്കെ തല, ഉമ്മാൻ്റെ കാലടി പാതിലാണ് സ്വർഗം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ഉമ്മാനെ കുറിച്ചുള്ളത് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ പാട്ട് കിസ്കെ ബാരമേ ഹെ, ഇതാരെ കുറിച്ചാണ് കവിത പറയുന്നത്? ഉമ്മിക്കെ ബാരമേ. ഇത് തന്നിട്ടായിരിക്കും ഉമ്മാനെ കുറിച്ച് എഴുതാൻ പറയുന്നത്. ദുനിയാമേ ഹർ ചീസ് മിൽത്തി ഹെ ലേക്കി മാം നെഹി മിൽത്തി ഹെ. കവിത സെൻറ്റൻസ് ആക്കി എഴുതിയതാണ് കേട്ടോ. പിന്നെ വരുന്നത് ഇതേപോലെ ഇവിടെ ഉള്ളത് ആരാണ്? ദാദ ആരാണ്? ദാദ, അബ്ബാക്ക, അബ്ബ, ദാദി, അബ്ബാക്കി, ഉമ്മി, ബായി, ഔർ ബഹന്, ബായി ബഹന്, സഹോദരൻ സഹോദരി. പിന്നെ വരുന്നത് തായജാൻ, അബുക്കെ ബഡേ ബായി. തായജാൻ എന്ന് പറയുന്നത് അബുക്കെ ബഡേ ബായി ആണ്. ചച്ച, അബുക്കെ ചോട്ടെ ബായി, ചെറിയ സഹോദരൻ. പൂപ്പി, അബുക്കി ബഹൻ. അടുക്കളത്തോട്ടം എന്നുള്ള പാഠത്തിൽ നിങ്ങൾക്ക് പച്ചക്കറികളുടെ പേര് പഠിച്ചു വെക്കണം. അതിൽ മിട്ടയ്ക്ക് അന്തർ ഉഗ്നെ വാലെ, മണ്ണിൻ്റെ ഉള്ളിലുണ്ടാകുന്നതിൻ്റെ പേരാണ് ജഡ്വാലി. കിഴങ്ങ് വർഗ്ഗങ്ങൾ മണ്ണിൻ്റെ ഉള്ളിലുണ്ടാകുന്നതിൻ്റെ പേര് ജഡ്വാലി, സബ്സിയാം അല്ലെ തർക്കാരിയാം. പിന്നെ സബ്സിയാം ഒറ്റയ്ക്ക് പറയുന്നത് മിട്ടയ്ക്ക് ബാഹർ, മണ്ണിൻ്റെ പുറത്ത് ഉണ്ടാകുന്നത്, നമ്മൾ ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുന്നത്. മറ്റേത് വേരിൽ നിന്നുണ്ടാകുന്നതാണ് ജഡ്വാലി. ഇതിൽ പാലക്ക്, ഭിണ്ടി, പിണ്ടാലു, ഗഡി, പത്ത, ബെങ്കൺ, ജമീൻ കന്ത്, കദ്ദു, അദ്രക്ക്, അറവി, ആലു. ഇത്രയും സാധനങ്ങളുണ്ട്. ഇതിൻ്റെ പേരൊക്കെ നിങ്ങളിതിൽ എഴുതിയിട്ടുണ്ടാകും. അറിയാത്തവരുണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കുക കേട്ടോ. അത് 2 കള്ളിയാക്കി എഴുതാനാണ്. ഇഷ്ടപ്പെട്ട ഫ്രൂട്ടിനെ കുറിച്ചോ തർക്കാരിനെ കുറിച്ചോ എഴുതാൻ വരും. അപ്പം ഈ അനന്നാസ് ഹേ, ഇത് അനന്നാസാണ്. ഇനി പച്ചക്കറിനെ കുറിച്ചാണെങ്കിൽ ടമാറ്റർ, ടമാറ്റർ ഹേ. ഏക്ക് മീഠാ ഫൽ ഹേ, ഇതൊരു മധുരമുള്ള ഫ്രൂട്ടാണ്. ये मज़ेदार और खुशबूदार फल है, മധുരമുള്ള നല്ല സ്മെല്ലുള്ള ഫ്രൂട്ടാണ്. പക്കിനെ സെ ഇസ്കാ രംഗ്, പഴുക്കുമ്പോൾ ഇതിൻ്റെ ഇസ്കാ രംഗ്, പഴുക്കുമ്പോൾ ഇതിൻ്റെ നിറം പീല ഹോത്താ ഹെ, മഞ്ഞയാകുന്നു. പിന്നെ ഇതിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. പഠിച്ചിട്ടുണ്ടല്ലോ. ആ സ്ട്രക്ചർ വെച്ചിട്ട് എന്ത് തന്നാലും സെൻറ്റൻസ് ഉണ്ടാക്കട്ടോ. ഇനി സായിക്ക് രുചികൾ ഏതൊക്കെയെന്നുള്ളത്. ഇംലി, കടി ഹോത്തി ഹെ, ഹൽവ, ഹൽവ മീഠ ഹോത്താ ഹെ. പിന്നെ കരീല, കയ്പ, കടുവ. പിന്നെ മിർച്ച്, തേസ്, നമക്ക്, നംകീൻ. സെൻറ്റൻസ് ആക്കി എഴുതാൻ പാഠഭാഗത്ത് നിന്ന് ഇത്രയാണ് വരാനുള്ളത്. ഒന്നെങ്കിൽ പച്ചക്കറീനെ കുറിച്ച്, അല്ലെങ്കിൽ ഫ്രൂട്ടിനെ കുറിച്ച്, അതല്ലെങ്കിൽ സായിക്കാം. പിന്നെ നിങ്ങളെ വീട്ടിൽ എന്തൊക്കെ പച്ചക്കറികളാണ് നടുക എന്നുള്ളത് ചിലപ്പോൾ ചോദ്യം വരാം. പിന്നെ സബ്സിയാം, ജഡ്വാലി സബ്സിയാം. സബ് ഹൈരത് സെഹാൻ, ഇതിന് ഒന്നെങ്കിൽ ഗുഫ്തഗ് വരാം, സംഭാഷണം. പിന്നെ കല്യാണത്തിനെ കുറിച്ച്, ഷാദിനെ കുറിച്ച് സെൻറ്റൻസ് വരാം. അതിനോട് അൽഫാസ് എടുത്തിട്ട് അൽഫാസിനോട് ജുംല തയ്യാറാക്കാൻ. അപ്പോൾ ഷാദിനെ കുറിച്ചുള്ള അൽഫാസുകളാണ് ദുൽഹ, ദുൽഹൻ, മെഹന്തി, പിന്നെ ബാരാത്ത്, സജാവട്ട്, കാന, ഷർബത്ത്. ഇതൊക്കെ ഇതിനോട് സെൻറ്റൻസ് ഉണ്ടാക്കാൻ. ഷാദി കെ ദിൻ ഘർ സജായ ജാത്താ ഹെ. പിന്നെ ദുൽഹ
സഹേലിയാം ദുൽഹൻ കോ മെഹന്തി ലഗാ രഹി ഹേ, ദുൽഹ ബാരാത്ത് കെ സാത്ത് ആ രഹാ ഹേ. ഇതുപോലെ സെൻറ്റൻസ് ഉണ്ടാക്കി എഴുതാൻ. പിന്നെ ക്ഷണിച്ച് കൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത്. അതുപോലെ ആജ് ദൂർ ദൂർ ഖബറേം പഹുഞ്ചിനെ കെ ലിയെ ക്യാ ക്യാ ത്വരീക്കേം ഇസ്തേമാൽ കർത്തെ ഹെ. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ദൂരേക്ക് സന്ദേശങ്ങൾ അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. സൂറത്ത് നഹീം സീറത്ത് ദേക്കോ എന്നുള്ള പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് ജാൻവർ അല്ലെങ്കിൽ പരിന്തൻ്റെ ആവാസുകൾ വരാം. ഇതിലിപ്പോൾ മേമേം ബക്കരീൻ്റെ ആവാസ്, ടിൻ ടിൻ തോത്ത, ബൗ ബൗ കുത്ത, മ്യാവും മ്യാവും പില്ലി. ആവാസ് ഇത്രയാണ് വരുന്നത്. ഇനി പാൽത്തു ജാൻവർ, ജംഗ്ലി ജാൻവർ. പാൽത്തു ജാൻവർ വളർത്തുമൃഗം, ജംഗ്ലി ജാൻവർ കാട്ടിലെ മൃഗങ്ങൾ. തരംതിരിച്ച് എഴുതാനുണ്ടാകും. അതുപോലെ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ആൻസർ നോട്ട്ബുക്ക് നോക്കി പഠിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ട ഒരു മൃഗത്തിൻ്റെ ചിത്രം വരച്ചിട്ട് എഴുതാൻ പഠിക്കുക. മുസക്കർ, മുഅന്നസ്. ഷേർണി എന്നെഴുതിയ മുഅന്നസ് ഉള്ളതിൻ്റെ മുസക്കർ ഷേർ, ബന്ദർ എന്നുള്ളതിൻ്റെ മുഅന്നസ് ബന്ദിരിയ, ഗായ എന്നുള്ളതിൻ്റെ മുസക്കർ ബൈല്. ബൈൽ ഇതിലെവിടെയാ? ബൈല്. ബക്കര എന്നുള്ളതിൻ്റെ മുഅന്നസ് ബക്കരി പറഞ്ഞു. ഹാത്തി എന്നുള്ളതിൻ്റെ മുഅന്നസ് ഹത്തിനി. മോർ എന്നുള്ളതിൻ്റെ മുഅന്നസാണ് മോർനി. ഊണ്ട് എന്നുള്ളതിൻ്റെ മുഅന്നസാണ് ഊണ്ടിനി. കുത്ത എന്നുള്ളതിൻ്റെ മുഅന്നസാണ് കുത്തിയ. പിന്നെ ബാക്കിയൊക്കെ പറഞ്ഞു. ബില്ലി എന്നുള്ളതിൻ്റെ മുസക്കറാണ് ബില്ല. പിന്നെ മുസക്കർ വരുമ്പം ഇവിടെ ബക്കര ഗാസ് ഡേഷ് ഹെ, മുഅന്നസബ കാത്തിഹെ എന്നാണ്. മുസക്കറബ ഈ ഉള്ളത് അലിഫ് വരും, കാത്താഹ എന്ന് വരും. ഇവിടെ മുസക്കറിന് പീത്താഹ എന്ന് കൊടുത്തു, മുഅന്നസബ പീത്തിഹെ. ഇതുപോലെ ബാക്കി. പിന്നെ ചിത്രകഥ തന്നിട്ട് കഥ നിങ്ങൾക്ക് അതേപോലെ തന്നെന്ന് വരാം. എന്നിട്ട് ആ കഥ നിങ്ങൾക്ക് ഇതേപോലെ ചിത്രം തന്നിട്ട് ആ കറക്റ്റ് ഓർഡറിലായിരിക്കും കഥ കൊടുത്തിട്ടുണ്ടാവുക. അത് നിങ്ങൾക്ക് ഓരോ ചിത്രത്തിന് നേരെ അതിൻ്റെ വരികൾ എടുത്ത് എഴുതാനുണ്ടാവുക. ഓർഡറിൽ എഴുതാം കേട്ടോ. ആയിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.